പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കുടുംബത്തിലെ വചനങ്ങൾ ഒരുമിച്ചിരുന്ന് വചനം ശ്രവിക്കുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹയുടെ തിരുവചനം നമ്മൾക്ക് ഓർക്കാം. മാംസരക്തങ്ങൾക്കെതിരായിട്ടല്ല, സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് നമ്മൾ പടപൊരുതുന്നത്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, ആധ്യാത്മിക ജീവിതം പുരോഗമിക്കണമെങ്കിൽ ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. ഒരദൃശ്യ ശക്തി ഏദൻ തോട്ടത്തിൽ ദൈവ മനുഷ്യ ബന്ധത്തെ നശിപ്പിച്ച ആ ശക്തി പല രീതിയിലും ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ശുശ്രൂഷ മനോഹരമായി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ, കുടുംബത്തിലെ അസ്വസ്ഥതകൾ ഈ 2-3 ദിവസം ഏതാനും മണിക്കൂറുകൾ വചന ശുശ്രൂഷയിലും ആരാധനയിലുമായിരിക്കുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിൽ സ്വാധീനം ചെലുത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ദൈവത്തിൽ നമ്മൾ സ്വീകരിച്ച നന്മകൾ, ഇതെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അമ്മേ മാതാവേ, കാനായിലെ മധ്യസ്ഥം പോലെ ഈ നിമിഷം ഈ ശുശ്രൂഷ ശ്രവിക്കുന്ന എല്ലാ മക്കളിലും ദൈവാരുവിയുടെ പ്രവർത്തനം ഉണ്ടാകുന്നതിന്, തിന്മയുടെ ശക്തി ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഈ അരമണിക്കൂർ ധ്യാനിക്കുന്ന ഈ വിഷയത്തിനൊരു പേര് കൊടുത്തിരിക്കുന്നത് മുന്നറിയിപ്പ് എന്നാണ്. മുന്നറിയിപ്പ്. ദൈവം തൻ്റെ മക്കളെ അത്യധികമായി സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ വളരെയധികം ദുർഘടമായൊരു പാതയിലൂടെയാണ് സഞ്ചരിക്കുന്ന. ഓരോ വളവിലും അപകടം പതിയിരിക്കുന്നതുകൊണ്ട് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ മുന്നറിയിപ്പുകൾ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ നിത്യജീവൻ ലക്ഷ്യം വെച്ചുള്ള അവൻ്റെ യാത്ര സുഗമമായിരിക്കും. ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കുമ്പോൾ അവിടെ അപകടം പതിയിരിപ്പുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഒരു മുന്നറിയിപ്പാണത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം അധ്യായം 12, 1-2 വാക്യങ്ങളിൽ അവിടെ പറയുകയാണ്, മനുഷ്യർ പാപവിമുക്തരാകാൻ, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ, ദൈവഹിതം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ. കർത്താവ് സകലത്തിലും അങ്ങയുടെ അക്ഷയമായ ചൈതന്യം കുടികൊള്ളുന്നു. പാപികൾ പാപവിമുക്തരാകാനും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാനും വേണ്ടി അങ്ങ് അധർമ്മികളെ പടിപടിയായി തിരുത്തുന്നു. അവർ പാപം ചെയ്യുന്ന സംഗതികൾ ഏവയെന്ന് ഓർമ്മിപ്പിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. മനുഷ്യൻ പാപം ചെയ്യുന്ന സംഗതികൾ ഏവയെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് സംഭവങ്ങളിലൂടെയാകാം, സാഹചര്യങ്ങളിലൂടെയാകാം, വചനത്തിലൂടെയാകാം. ഓർമ്മപ്പെടുത്തുന്നു, മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലേക്കും പോകാൻ നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉണ്ടെങ്കിലും ഇന്ന് നമ്മളൊരു കാര്യമാണ് ചിന്തിക്കുന്നത്. സഭയുടെ എല്ലാ പ്രബോധനങ്ങളും യേശുക്രിസ്തു ഈ ഭൂമിയിൽ തുടങ്ങിവെച്ച ശുശ്രൂഷയുടെ മുഴുവൻ സാരാംശം അന്ത്യത്താഴ വേളയിൽ അവിടുന്ന് ഇങ്ങനെ പറയുകയുണ്ടായി, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. വിശുദ്ധ കുർബാന. ഇന്ന് വിശുദ്ധ കുർബാനയിൽ ആദിമ സഭ വളർന്നതും ശക്തി പ്രാപിച്ചതും വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ടാണ്. ആ മേഖലയിലുള്ള ചില മുന്നറിയിപ്പുകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. 8-ാം അധ്യായത്തിൽ, ദാനിയേലിൻ്റെ പുസ്തകം അധ്യായം 8 നമ്മളൊരു മുന്നറിയിപ്പ് കാണുന്നുണ്ട്. 11 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, അത് ആകാശ സൈന്യത്തിൻ്റെ അധിപനെ വെല്ലുവിളിക്കുക പോലും ചെയ്തു. അവിടുത്തെ നിരന്തര ദഹനബലികൾ മുടക്കുകയും വിശുദ്ധ മന്ദിരത്തെ കീഴ്മേൽ മറിക്കുകയും ചെയ്തു. ജനം തങ്ങളുടെ പാപം നിമിത്തം അവൻ്റെ പിടിയിൽ അമർന്നു. നിരന്തര ദഹനബലികൾ മുടങ്ങി. സത്യം നിലത്ത് വലിച്ചെറിയപ്പെട്ടു. കൊമ്പാകട്ടെ അടിക്കടി വിജയം നേടി. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം
ഇതൊരു മുന്നറിയിപ്പാണ്. ഏതാണ്ട് ഒരു 2-3 മാസം നിരന്തര ദഹനബലി മുടങ്ങി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മുടങ്ങിയിട്ടില്ല. ബലി അർപ്പണം നടന്നു. അതേ സമയത്ത് 5 പേർക്ക് പള്ളിയിൽ വരാം, പിന്നീട് 50ആയി, ഇപ്പം 100 പേർക്ക് പള്ളിയിൽ വരാം. ബഹുമാനപ്പെട്ട വൈദികർ കണ്ണീരോടുകൂടി ബലി അർപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ ഈസ്റ്റർ സമയത്തൊക്കെ ആയിരങ്ങൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ശൂന്യമായ ദേവാലയത്തിൽ തകർന്ന ഹൃദയത്തോടുകൂടി കണ്ണീരോടുകൂടിയാണ് പുരോഹിതർ ബലി അർപ്പിച്ചത്. ബലിയർപ്പണം നിന്നിട്ടില്ല. ഇതൊരു സൂചനയാണ്. ഈ സൂചനയിൽ നമ്മൾ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയാണെങ്കിൽ ഈ നിരന്തര ദഹനബലി വരാനിരിക്കുന്ന സമയം നമുക്കത് ദൈവത്തിൻ്റെ സഹായം കൊണ്ട് നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അല്ല നമ്മൾ ഒപ്പം ഒഴുകുന്ന അലസതയോടുകൂടി നമ്മളിത് സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് സംഭവിക്കുന്ന സമയത്ത് നിരന്തര ദഹനബലി മുടങ്ങുമ്പോഴാണ് സാത്താന് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കയറൂട്ടി ഉരുവിട്ടിരിക്കുന്നൊരവസ്ഥ. ബഹുമാനപ്പെട്ട മനോജ് എബ്രാഹിം അദ്ദേഹം പറയുകയും ചെയ്തത്, ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് കുറ്റകൃത്യങ്ങൾ പെരുകിയിരിക്കുന്നു, ബലാത്സംഗം, കൊലപാതകം പെരുകിയിരിക്കുന്നു. 3 മാസത്തേക്ക് ദൈവജനം ദേവാലയത്തിൽ വരാനോ ബലി അർപ്പിക്കാനോ പറ്റാതിരുന്നപ്പോൾ അതിൻ്റെ ദുരന്ത ഫലം ഇവിടെ സമൂഹത്തിൽ കാണുക ചെയ്യുന്നത്. ബലിയർപ്പണം നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എന്നിട്ട് പോലും ആ കൂടെ കുറ്റകൃത്യം പെരുകുകയാണ് ചെയ്യുന്നു. ഇതൊക്കെ ദൈവം നമുക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ്. അങ്ങനെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിച്ചാൽ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 12:26 പറയുകയാണ്, ആ മുന്നറിയിപ്പ് നമ്മൾ വളരെ ആഘോഷത്തോടുകൂടി അവഗണിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ആ തെറ്റിനെ അറിയിക്കുന്ന ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് മുന്നറിയിപ്പ് തരുന്നുണ്ട് തിരുവചനം. ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ നമ്മുടെ തെറ്റെന്താണോ ആ തെറ്റിന് അർഹമായ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടണമെന്നും നശിക്കണമെന്നും ആഗ്രഹിക്കാതെ ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം അധ്യായം 12:26 ലഘു ശിക്ഷകളുടെ താക്കീത് ഗവനിക്കാത്തവൻ ദൈവം നൽകുന്ന അർഹമായ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത്, ഒരു ദേവാലയം, ഒരിടവക, ഒരു പുരോഹിതൻ, ഒരു വിശുദ്ധ ബലി ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, കത്തോലിക്കർക്ക് വേണ്ടി മാത്രം അർപ്പിക്കപ്പെടുന്നതല്ല. സകല ജനത്തിനും വേണ്ടിയുള്ള ബലിയാണ് നടക്കുന്നത്. അവിടെയാണ് പിശാചിനി പിടിമുറുക്കാൻ പോകുന്നത്. ഇപ്പം അവൻ പിടിമുറുക്കിയിരിക്കുന്നൊരു മേഖല നമുക്ക് കാണാൻ പറ്റും. എന്താണോ അതിലേക്ക് നമ്മൾ വരിക. ദേവാലയത്തെക്കുറിച്ച് ഈശോ 2 കാര്യം പറയുന്നുണ്ട്. ഒന്ന്, എൻ്റെ എല്ലാ ജനതകൾക്കുമുള്ള എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥനാലയം എന്നാണ് ഒരു ദേവാലയം വിളിക്കപ്പെടേണ്ടത്. അതേ ദേവാലയം കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റാനും നമുക്ക് സാധിക്കും. നമ്മൾ ദേവാലയത്തിൽ ബലിയർപ്പണം നടന്നതുകൊണ്ടോ വിശുദ്ധ കുർബാനയിൽ വ്യക്തി സംബന്ധിച്ചതുകൊണ്ടോ അതിൽ ദൈവം പ്രസാദിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പരിശോധിക്കണം, നമ്മൾ പോകുന്ന ദേവാലയം അത് ദൈവത്തിൻ്റെ ആലയമാണോ ഇപ്പോൾ ശരിക്ക്, അല്ല കവർച്ചക്കാരുടെ ഗുഹയിലാണോ ഞാൻ സമ്മേളിക്കുന്നത്, അത് വിശ്വാസികൾ ആത്മശോധന ചെയ്ത് തിരിച്ചറിയണം. ഇല്ലെങ്കിൽ വലിയ ദുരന്തം നമ്മളെ കാത്തിരിപ്പുണ്ട്. എല്ലാ മനുഷ്യരെയും രക്ഷയ്ക്ക് വേണ്ടി സ്ഥാപിച്ച വിശുദ്ധ കുർബാന ഒരുപക്ഷെ നമുക്ക് നാശത്തിനായിട്ട് പോലും സംഭവിക്കാം. അപ്പം അതിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഏതാണ് ദേവാലയം, ഏതാണ് ഗുഹ? ദൈവാലയമായിട്ട് സൂക്ഷിക്കാൻ നമ്മളും അത് ബലിയർപ്പിക്കുന്ന പുരോഹിതനും ദൈവജനവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അവിടെ വീഴ്ച പറ്റിയാൽ ഈ ദേവാലയം എങ്ങനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറും? അതിന് മനോഹരമായ ഒരു ഉദാഹരണം നമ്മൾ കാണുന്നത് മക്ബായരുടെ പുസ്തകത്തിൽ ഈ ദേവാലയത്തെക്കുറിച്ചൊരു മനോഹരമായ ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. 2 മക്ബായരുടെ പുസ്തകം അധ്യായം 3 അതിനെക്കുറിച്ച് പറയുന്നത്. ഇന്നത്തെ പോലെ ബാങ്കിൽ സ്വർണവും പണമൊന്നും നിക്ഷേപിക്കാൻ പറ്റാത്ത കാലം. അന്ന് ജനം ദേവാലയത്തിലാണ് അവരുടെ സമ്പാദ്യങ്ങൾ കൊണ്ട് സൂക്ഷിക്കുന്നത്. അങ്ങനെ ദുഷ്ടനായ ഒരു സ്വജനത്തിൽപ്പെട്ടൊരു വ്യക്തി രാജാവിൻ്റെ അടുത്ത് ചെന്ന് തെറ്റായ വിവരം അവതരിപ്പിക്കുകയാണ്. ജെറൂസലേം ദേവാലയത്തിൽ സ്വർണം കുന്നുകൂടി കിടക്കുക, കുമിഞ്ഞുകൂടി കിടക്കുക, നിനക്കതിങ്ങോട്ട് കണ്ടുകെട്ടാനുള്ളതേ ഉള്ളൂ, അത് ബലിയർപ്പണത്തിനുള്ളതല്ല. രാജാവ് തൻ്റെ വിശ്വസനായ ഒരാളെ ഇത് അന്വേഷിക്കാനായിട്ട് പറഞ്ഞയക്കുക. അന്നത്തെ പുരോഹിതൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. ജെറൂസലേമിലെത്തിച്ചപ്പോൾ പ്രധാന പുരോഹിതൻ അവനെ സൗഹാർദ്ദപൂർവ്വം സ്വീകരിച്ചു. ആഗമന ഉദ്ദേശം അറിയിച്ച ശേഷം അവൻ തനിക്ക് ലഭിച്ചിരുന്ന വിവരങ്ങളുടെ സത്യാവസ്ഥയെക്കുറിച്ച് ആരാഞ്ഞു. വിധവകളുടെയും അനാഥരുടെയും നിക്ഷേപങ്ങളും തോബിയാസിൻ്റെ പുത്രനും ഉന്നത സ്ഥാനീയുമായ ഖാനൂസിൻ്റെ നിക്ഷേപവും ചേർന്ന് മൊത്തം 400 താലന്ത് വെള്ളിയും 200 താലന്ത് സ്വർണം ഉണ്ടെന്ന് പ്രധാന പുരോഹിതൻ വിശദീകരിച്ചു. ദുഷ്ടനായ മനുഷ്യൻ അത് കൈക്കലാക്കാനായിട്ട് ശ്രമിക്കുക. അവരുടെ ആ നാടിൻ്റെ മുഴുവൻ പാവപ്പെട്ടവൻ്റെ സമ്പത്ത് വിശ്വസിച്ച് ദേവാലയത്തിൽ വെച്ചിരിക്കുന്നു.
ഇത് രാജകൽപ്പന പ്രകാരം കണ്ടുകെട്ടാൻ പോകുക. അവിടെ അത് ദേവാലയമാണ്. ആ ദേവാലയത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞ് ജനം, തൊട്ട് താഴെ നമ്മൾ വായിക്കും 14 മുതലുള്ള വാക്യങ്ങളിൽ, അനന്തരം അവനൊരു ദിവസം നിശ്ചയിച്ചു നിക്ഷേപ പരിശോധനയുടെ മേൽനോട്ടം വഹിക്കാൻ അകത്ത് പ്രവേശിച്ചു. നഗരം ദുഃഖത്തിലാണ്ടു. പുരോഹിതന്മാർ ഔദ്യോഗിക വസ്ത്രങ്ങളണിഞ്ഞ് ബലിപീഠത്തിന് മുൻപിൽ സാഷ്ടാംഗം വീണ് നിക്ഷേപത്തെക്കുറിച്ച് നിയമം നൽകിയ ദൈവത്തോട് അവ നിക്ഷേപകർക്കായി കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രധാന പുരോഹിതൻ്റെ അപ്പോഴത്തെ നില ഹൃദയഭേദകമായിരുന്നു. അവൻ്റെ മുഖഭാവം വൈവർണ്യവും ഹൃദയവേദനയെ വ്യക്തമാക്കി. അവൻ്റെ ഹൃദയവേദനയെ കാണുന്നവർ വ്യക്തമാകത്തക്ക വിധം അവനെ ഭയവും വിറയലും ബാധിച്ചു. വിശുദ്ധ മന്ദിരം അവഹേളിക്കപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ് ജനം തങ്ങളുടെ വീട് വിട്ടിറങ്ങി കൂട്ടമായി പ്രാർത്ഥനയ്ക്ക് വന്നു. സ്ത്രീകൾ ചാക്കൊടുത്ത് തെരുവീതിയിലുള്ളിൽ തടിച്ചുകൂടി. വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന കന്യകമാർ ചിലർ മതിലിലേക്കും ചിലർ കവാടങ്ങളിലേക്കും ഓടി. മറ്റുവിൽ ചിലർ ജാലകങ്ങളുടെ പുറത്തേക്ക് നോക്കി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ ദേവാലയം അവിടുത്തെ നിധികൾ കൈവശപ്പെടുത്താൻ വന്നപ്പോൾ പ്രധാന പുരോഹിതൻ ആ ഔദ്യോഗിക വസ്ത്രങ്ങൾ അണിഞ്ഞ് ബലിപീഠത്തിന് മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുക. ഈ സമയത്ത് എന്താ സംഭവിച്ചത്? ആ വന്ന വ്യക്തി ദേവാലയത്തിലേക്ക് ആ നിധിയിരിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ 2 തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച ദൂതന്മാർ, ശക്തന്മാർ 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെടുക. ഒരു കുതിരപ്പുറത്തൊരു പടയാളി വരുന്നു, ഒരു ദൂതൻ വരുന്നു. ആ കുതിര മുൻകാലുകൊണ്ട് ഇവനെ തൊഴിച്ച് തറയിലിടുക. 2 പേര് നിന്ന് ഇടത്തും വലത്തും നിന്ന് പ്രഹരിക്കുക. മൃതപ്രായനായവനെ എടുത്തുകൊണ്ടാണ് പുറത്തു പോകുന്നത്. ഇതിൻ്റെ പേരാണ് ദേവാലയം എന്ന് പറയുന്നത്. ഓരോ ദേവാലയം ഇതുപോലെ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടത്. എപ്പോഴാണ് ഈ ദേവാലയം? ദൈവം വസിക്കുന്നതോടാണ് ദേവാലയം. ബൈബിളിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ മഹത്വം ദേവാലയം വിട്ടുപോയി. തോന്നിയവാസം കാണിച്ചിട്ട്, തോന്നിയതുപോലെ ജീവിച്ചിട്ട്, 2000 മുൻപ് യേശു അർപ്പിച്ച ബലിയാണെന്ന് പറഞ്ഞ് ഈ ഇപ്പോൾ കാണിക്കുന്ന കോപ്രായം കാണിച്ചാൽ അവിടെ ദൈവം ഉണ്ടാവണം നിർബന്ധമില്ല. ദൈവത്തെ യഥാർത്ഥത്തിൽ സത്യത്തിലും നീതിയിലും ആരാധിക്കുന്നിടത്ത് ദൈവമുണ്ട്. ആ പുരോഹിതന്മാർ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് വന്നു. തുടർന്നെന്താ സംഭവിച്ചത്? അതിലൊരു ദുഷ്ടനായ മനുഷ്യൻ രാജാവിന് കൈക്കൂലി കൊടുത്ത് പ്രധാന പുരോഹിതനായി മാറി. നോക്കണം, രാജാവിന് കോഴ കൊടുത്ത് അവൻ പുരോഹിതനായിട്ട് മാറി. 4-ാം അധ്യായത്തിൽ പറയുക ദേവാലയം എങ്ങനെ കൊള്ളക്കാരുടെ ഗുഹയായി മാറുന്നു എന്ന്. സെല്യൂക്യൂസ് മരിച്ചതിന് ശേഷം എപ്പിഫാനസ് എന്ന് വിളിക്കപ്പെടുന്ന അന്ത്യോക്കോസ് രാജാവായപ്പോൾ ദാനിയേൽ ഓനിയാസിൻ്റെ സഹോദരൻ ജാസൻ കോഴ കൊടുത്ത് പ്രധാന പുരോഹിത സ്ഥാനം കൈക്കലാക്കി. ദൈവത്താൽ നിയുക്തനാകേണ്ട സ്ഥാനത്ത് കുതന്ത്രങ്ങളിലൂടെ രാജാവിന് സ്വാധീനിച്ച് കോഴ കൊടുത്ത് അതേ സ്ഥാനം, ഇതിന് മുൻപുണ്ടായിരുന്ന പുരോഹിതൻ്റെ മഹാപുരോഹിതൻ്റെ അതേ സ്ഥാനം തന്നെയാണ് ഉള്ളത്. ഉള്ളിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട്? ഒന്ന് ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന വിശുദ്ധനും ദൈവത്തിന് പ്രീതികരമായ ഒരു മഹാപുരോഹിതൻ, അതേ കുപ്പായം അണിഞ്ഞ് ഒരു യൂദാസ് ഇപ്പോഴാ സ്ഥാനത്തിരിക്കുക. 2 പുരോഹിതരാണ്, ഒരു വ്യത്യാസവും. ഒരേ ദേവാലയം അവർ ഭരിക്കുന്നത്. ആ വ്യക്തി വന്നതിന് ശേഷം വന്ന ഭരണത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അവൻ രാജാവിനെ കണ്ട് 360 താലന്ത് വേറെയും വേറൊരു 200 ഇനത്തിൽ 80 താലന്ത് വെള്ളിയും വാഗ്ദാനം ചെയ്തു. തൻ്റെ അധികാരത്തിൽ ഒരു കായികാഭ്യാസ കളരിയും യുവജന സംഘവും സ്ഥാപിക്കാൻ അനുവദിക്കുകയും ജെറുസലേം പൗരന്മാരെ അന്ത്യോക്യ പൗരന്മാരായി അംഗീകരിക്കുകയും ചെയ്താൽ 150 താലന്ത് കൂടി കൊടുക്കാമെന്ന് അവൻ സമ്മതിച്ചു. രാജാവിൻ്റെ അനുമതി നേടി ജാസൻ പുരോഹിത സ്ഥാനം ഏറ്റെടുത്ത ഉടനെ ജനത്തെ ഗ്രീക്ക് സമ്പ്രദായങ്ങളിലേക്ക് തിരിച്ചു തുടങ്ങി. നമ്മൾ വേർതിരിക്കപ്പെട്ട ജനതയായി. എല്ലാ മനുഷ്യരും മതങ്ങളുമായിട്ട് നമുക്ക് സൗഹാർദ്ദമുണ്ട്. സകല മനുഷ്യരുമായിട്ട് മതത്തിൻ്റെ പേരിൽ ആരെയും വെറുക്കുന്നില്ല. പക്ഷെ നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ചില ആരാധനാക്രമങ്ങളുണ്ട്, ദൈവം കൽപ്പിച്ച ചില രീതിയുണ്ട്, അത് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ മാറ്റം വരുത്തുക. ഇന്നും നമുക്ക് കാണാമല്ലോ, ഇന്നും അനുരൂപണം എന്ന് പറഞ്ഞ് എന്തൊക്കെ ഈ സാധനങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. ഇത് കയറി വന്നു കഴിയുമ്പോൾ അവിടെ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് കൊള്ളക്കാരുടെ ഗുഹയായി മാറും. അവിടെ ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ ഇനി വരാൻ പോകുന്നു. അപ്പോൾ ഈ ഇടക്കാലത്ത് തന്നിരിക്കുന്ന ഈ ബലിയർപ്പണമെല്ലാം ഈ ഒരു അവസ്ഥ നമുക്കൊരു മുന്നറിയിപ്പാണ്. ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് അവരെന്താ ചെയ്തു? പിന്നീട് ആ സ്ഥാനത്ത് എന്താ സംഭവിച്ചെന്ന് തൊട്ട് താഴെ പറയുക. ജാസൻ നിയമാനുസൃതമായ ജീവിത സമ്പ്രദായങ്ങൾ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു. നിയമവിരുദ്ധമായി പുതിയ ആചാരങ്ങൾ ഏർപ്പെടുത്തി. അവൻ ഉത്സാഹത്തോടെ കോട്ടയ്ക്ക് നേരെ താഴെ ഒരു കായികാഭ്യാസ കളരി സ്ഥാപിക്കുകയും ഗ്രീക്ക് തൊപ്പി ധരിക്കാൻ കുലീനരായ യുവാക്കളെ നിർബന്ധിക്കുകയും ചെയ്തു.
അധർമ്മിയും പ്രധാന പുരോഹിതനെന്ന് ഭാവിച്ചവനുമായ ജാസൻ്റെ അതിരറ്റ ദുഷ്ടത നിമിത്തം ജനം യവനാചാരങ്ങളും വിദേശ സമ്പ്രദായങ്ങളും അങ്ങേയറ്റം സ്വീകരിച്ചു. അടുത്ത വചനം ശ്രദ്ധിക്കണേ. പുരോഹിതന്മാർക്ക് ബലിപീഠത്തിലെ ശുശ്രൂഷയിൽ സൂഷ്കാന്തി നശിച്ചു. പുരോഹിതർക്ക് തൊട്ടു മുൻപ് നമ്മൾ കണ്ട ആ മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ ആ സ്ഥാനത്തിരുന്നപ്പോൾ അവർ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ബലിപീഠത്തിന് മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് നിലവിളിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം ആ പ്രാർത്ഥന കേട്ടു. അത് കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്തു. അതേ ദേവാലയമാണ് ഇപ്പോൾ അവർ ബലിപീഠത്തിലെ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നഷ്ടപ്പെട്ടു. പിന്നെ അങ്ങോട്ട് അവരുടെ ശുഷ്കാന്തി തിരിഞ്ഞത് നശിച്ചു. ചക്രത്തളിയേറിന് സമയമായാലുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികളിൽ സംബന്ധിക്കാൻ മത്സര രംഗത്തേക്ക് കുതിക്കുകയായി. മത്സര രംഗത്തേക്ക് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബഹുമാനപ്പെട്ട വൈദികർ കാലത്ത് കുർബാനയ്ക്ക് അരമണിക്കൂർ മുൻപേ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന പുരോഹിതർ, അരമണിക്കൂർ മുമ്പ് കുമ്പസാരക്കൂട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പുരോഹിതർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ചുരുക്കം കണ്ടിട്ടുണ്ടാകും ടി വിയുടെ മുമ്പിൽ നിന്നോ മൊബൈലിലുള്ള ബന്ധത്തിൽ നിന്നോ കുർബാനയുടെ സമയം ഓടിപ്പാഞ്ഞ് നേരെ ആൾത്താരയിലേക്ക് വരുന്ന പുരോഹിതരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതൊന്നും മൂടി വയ്ക്കേണ്ടതല്ല. ഇതൊക്കെ നമുക്ക് തരുന്ന മുന്നറിയിപ്പാണ്. ഇനി അങ്ങനെ തോന്നിയതുപോലെ ജീവിക്കാനുള്ള സമയമില്ല. ശത്രു പടിവാതിക്കൽ എത്തി നിൽക്കുക. ദൈവത്തിൻ്റെ വചനം നിറവേറിക്കൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് അലസരായി കഴിയാനുള്ള സമയമില്ല ഇനി. അപ്പം അടി തൊട്ട് മുടി വരെ ശുദ്ധീകരിക്കപ്പെടേണ്ട സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. കപടഭക്തി അവസാനിപ്പിക്കേണ്ട സമയത്ത്, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കേണ്ട സമയത്ത്. എന്നിട്ടൊന്ന് വിളിച്ചു നോക്ക്, ആ വിളിക്കുത്തരം കിട്ടുമോ ഇല്ലയോ എന്ന്. ജീവിച്ചു നോക്ക്, ദൈവം കൂടെയുള്ള അനുഭവം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. ഈ കായികാഭ്യാസ കളരി സ്ഥാപിച്ചതോടുകൂടി ബലിപീഠത്തിൽ പള്ളിയിലെ കാര്യങ്ങളിലുള്ള ആ ശുഷ്കാന്തി നഷ്ടപ്പെട്ടു. അവരാ സമയം കാത്തിരിക്കുകയാണ്. അവർ ചക്രത്തളിയേറിന് വേണ്ടി ഓടുക. ഒരുപക്ഷെ ടി വിയിൽ ചില പ്രോഗ്രാമിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം. മൊബൈലിലെ ചില പ്രോഗ്രാമുമായിട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുകയായിരിക്കാം. പരിപാടി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. തൊട്ട് താഴെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ അവിടെ എന്തെല്ലാം സംഭവിച്ചതെന്ന്. പിതാക്കന്മാർ വിലമതിച്ചത് മുഴുവൻ പുച്ഛിച്ചു തള്ളുകയും ഗ്രീക്കുകാർ ആദരിച്ചതെല്ലാം വിലമതിക്കുകയും ചെയ്തു. തന്മൂലം അവർ കൊടിയ വിപത്തുകളിൽ അകപ്പെട്ടു. അവർ മാനിക്കുകയും അന്യോന്യം അനുകരിക്കുകയും ഇച്ഛിക്കുകയും ചെയ്ത വിജാതീയ സമ്പ്രദായങ്ങളുടെ ഉടമകൾ ശത്രുക്കളായി തീർന്ന് അവരെ ശിക്ഷിച്ചു. ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസ്സാരമല്ല. ഭാവി സംഭവങ്ങൾ ഈ വസ്തുത തെളിയിക്കും. നമുക്ക് പൂർവികരായിട്ട് രക്തസാക്ഷികളായിട്ട് വിശുദ്ധരായ മെത്രാന്മാരും മാർപ്പാപ്പന്മാരും വൈദികരും വിശ്വാസികളും ജീവൻ ബലിയർപ്പിച്ച് കാത്തു സൂക്ഷിച്ച് നമ്മളെ ഏൽപ്പിച്ച ആ വിശ്വാസം, ആ ദൈവഭയം, ആ ഭക്തി, അതിൽ വെള്ളം ചേർക്കരുത്, അതിൽ മായം ചേർക്കരുത്. ആ ദൈവഭക്തിയിൽ അനാസ്ഥ കാണിക്കുന്നത് അത് വലിയ വിപത്തിനെ ക്ഷണിച്ചു വരുത്തും എന്ന് നമ്മൾ കാണുക ചെയ്യുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളക്കരയിൽ അത് പാരമ്പര്യത്തിന് വലിയ വിലയുണ്ട്. അപ്പസ്തലന്മാർ പറയുന്നുണ്ട്, ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങൾ കിട്ടിയ പാരമ്പര്യം അനുസരിച്ച് ജീവിക്കുകയും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ യേശു ഈ പാരമ്പര്യത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 5-ാം അധ്യായത്തിൽ അവർ ചോദിച്ച്, പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ദേഹശുദ്ധി വരുത്താതെ നിൻ്റെ ശിഷ്യന്മാർ ഭക്ഷിക്കുന്നതെന്ത്? ഈശോ പറയുന്നത്, നിങ്ങൾ ഈ പാരമ്പര്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പന നിങ്ങൾ നിരർത്ഥമാക്കുക. ഇന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഇവിടെ പള്ളികളിൽ കുർബാനയെല്ലാം അടച്ചിട്ടിരിക്കുക പള്ളി. ആ സമയത്ത് വാട്സപ്പിൽ കണ്ടത് ഒരു സഹോദരൻ എഴുതിയിരിക്കുന്നു, ശാലോം ടി വിയിലൂടെയാണ് കുർബാന. ആ ടി വിയിലൂടെ കുർബാന കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഞാൻ ആ പേര് പറയുന്നില്ല, ആ ബഹുമാനപ്പെട്ട 2 വൈദികർ ജനാഭിമുഖം തിരിഞ്ഞ് കുർബാന ചൊല്ലി അത് ഇദ്ദേഹത്തെ ചൊടിപ്പിച്ചു. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ആ രൂപതയുടെ അഭിയന്യ മെത്രാൻ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതിലൊരു വൈദികൻ, എനിക്കറിയാവുന്ന വൈദികനാണ്, വിശുദ്ധനായ വൈദികനാണ്. ആ വൈദികനെതിരെ നടപടി സ്വീകരിക്കണം. ആരാ പറയുന്നത്? ഒരു അൽമായൻ. ചെയ്ത തെറ്റെന്താ? ജനാഭിമുഖം കുർബാന ചൊല്ലി. അന്ന് ഈ കുർബാനയുടെ പേരിൽ എങ്ങോട്ട് തിരിയുന്നതിൻ്റെ പേരിൽ ഇന്ന് എത്രമാത്രം വിദ്വേഷത്തിൻ്റെ വിത്ത് പിശാച് വിതയ്ക്കപ്പെട്ടു. ഇത് തിരിച്ചറിയാൻ വലിയ ദൈവശാസ്ത്രത്തിൽ PhD വേണോ? ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാകുന്ന കാര്യമല്ലേ? കുർബാനയിൽ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യം. അവിടെ പറയാണ്, നീ ബലി അർപ്പിക്കാൻ ദേവാലയത്തിൽ വരുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടോ തോന്നുന്ന പക്ഷം അന്ന് നീ അർപ്പിക്കേണ്ട ബലി ഏതാ പ്രധാനപ്പെട്ടത്? കിഴക്കോട്ട് തിരിയുന്നോ പടിഞ്ഞാട്ട് തിരിയുന്നതോ? ഏതാ പ്രധാനപ്പെട്ടത്? വസ്ത്രത്തിൻ്റെ തൊങ്ങലിൻ്റെ നീളമോ വീതിയോ? ഇതിൻ്റെ പേരിൽ ഭിന്നിച്ച് നിൽക്കുന്ന വിഭാഗം എത്രയോ പള്ളികൾ അടയ്ക്കപ്പെട്ട അവസ്ഥയുണ്ടായി.
ഒരുമിച്ച് ഐക്യത്തിൽ നീങ്ങിക്കൊണ്ടിരുന്ന എത്രയോ വിശ്വാസികളുടെ ഭിന്നതയുണ്ടായി. ഇത് എവിടുന്ന് വന്നാണ് തിരിച്ചറിയാൻ ഇത്ര വലിയ PhD വേണോ ദൈവശാസ്ത്രത്തിൽ? അപ്പോൾ ബൈബിൾ പറയാണ്, ദൈവത്തിൻ്റെ ആരാധനാ സ്ഥലം അത് നിങ്ങൾ കൊള്ളക്കാരുടെ ഗുഹയാക്കി മാറ്റരുത്. ഏറ്റവും നമ്മൾ ചെയ്യേണ്ടത് ഐക്യമാണ്. ദൈവം പറഞ്ഞ് നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം തിരിച്ചറിയും. അല്ലാണ്ട് നമ്മുടെ അടയാളങ്ങൾ മറ്റൊന്നല്ല. നമ്മുടെ പരസ്പര ഐക്യവും സ്നേഹവും കരുണയും വിട്ടുവീഴ്ചയും ഇതാണ് ലോകത്തിന് കൊടുക്കാനുള്ള മാതൃക. തമ്മിൽ കടിച്ചു കയറിയിട്ട് മറ്റുള്ളവരുടെ എന്ത് സുവിശേഷം നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊന്നുമില്ല. അതുകൊണ്ട് ദൈവം തരുന്ന മുന്നറിയിപ്പുകൾ ഈ ഏതാനും ദിവസം, ഏതാനും മാസങ്ങൾ ദേവാലയത്തിൻ്റെ വാതിലുകൾ അടഞ്ഞു കിടന്നെങ്കിൽ ഒരു മുന്നറിയിപ്പ് മാത്രമാണത്. അപ്പം നമ്മൾ ഏതെങ്കിലും അടയാളത്തിൻ്റെ പേരിലോ, കുരിശെന്നുള്ളൊരു അടയാളത്തിൻ്റെ പേരിലോ, എങ്ങോട്ട് തിരിയുന്നുള്ളതിൻ്റെ പേരിലോ സ്നേഹത്തിന് കോട്ടം തട്ടാൻ പാടില്ല. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൽപ്പനയാണ് സ്നേഹിക്കുക എന്നുള്ളത്. ആ സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്ത് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലി. അതുപോലെ ദേവാലയത്തിൽ വരുന്ന, ഒരുപക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക. എത്രയോ അയൽവാസികൾ തമ്മിൽ എത്രയോ നാളുകളായിട്ട് പണക്കത്തിലിരിക്കുമ്പോഴും ദേവാലയത്തിൽ പോകുന്നതിനൊന്നും ഒരു കുറവുമില്ല. വളരെ ലാഘവത്തോട് കുർബാന സ്വീകരിക്കുന്നു. ഏത് തെറ്റും ചെയ്തിട്ടും, ഏതൊരു അന്യായ പലിശ വാങ്ങിച്ചിട്ടും, കൈക്കൂലി വാങ്ങിച്ച് നീതിമാന് നീതി നിഷേധിച്ചിട്ടും, അതിർത്തി കയ്യേറിയിട്ടും, മദ്യക്കച്ചവടം നടത്തിയിട്ടും, ബ്ലേഡ് കമ്പനി നടത്തിയിട്ടും, ഏത് രീതിയിലും ദുഷ്ടത പ്രവർത്തിച്ചിട്ടും പള്ളിയിൽ വരാനോ പ്രാർത്ഥിക്കാനോ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനോ ഒരു മടി കാണിക്കാതെ വരുമ്പോൾ ദൈവം തരുന്നൊരു മുന്നറിയിപ്പാണിത്. ഇതൊരു മുന്നറിയിപ്പാണ് നമുക്ക് തരുന്നത്. നിങ്ങളിത് ദൈവത്തിൻ്റെ ആലയം, അത് ദൈവത്തിൻ്റെ ആലയം തന്നെ ആയിരിക്കണം. ദൈവത്തിൻ്റെ ആ മഹത്വം ദേവാലയം വിട്ടു പോകാൻ പാടില്ല. അവിടെ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സത്യത്തിലും നീതിയിലുമുള്ള ആരാധന നടക്കുമ്പോഴാണ് അതിന് വിലയുള്ളത്. അതുകൊണ്ട് ഈ മഹാമാരിയുടെ കാലത്തിൽ നമുക്കൊത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 10,000 സുവിശേഷ പ്രസംഗം നടന്നാൽ പഠിക്കാൻ പറ്റാത്തത് ഈ കാലഘട്ടം നമുക്ക് വേണമെങ്കിൽ പഠിക്കാനുള്ളത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈശോ പറയും, ചിലപ്പോൾ ഇന്ന് പുതിയ പുതിയ പ്രബോധനം കേൾക്കാനാണ് താല്പര്യം. പുതിയ പ്രബോധനം. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ അവരങ്ങും ഇങ്ങും ഓടി നടന്ന് അറിവ് വർദ്ധിപ്പിക്കും. കിട്ടിയ അത്ര അറിവ് ധാരാളം മതി. നമ്മൾ ഈ വലിയ അറിവൊന്നുമില്ലാതിരുന്ന സമയത്തായിരുന്നു സഭയിൽ ഒത്തിരി വിശുദ്ധരുണ്ടായത്. ബൈബിൾ പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഒത്തിരി വിശുദ്ധരുണ്ടായത്. ഉള്ള അറിവ്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് പ്രാവർത്തികമാക്കുമ്പോഴാണ് അതിന് ജീവനുണ്ടാകുന്നത്. കുറേ അറിവ് നിറച്ചുകൊണ്ടായിട്ടില്ല. അപ്പം നമുക്ക് വേദപാഠ ക്ലാസ്സിലൂടെയും സഭാ പഠനത്തിലൂടെയും കിട്ടിയ ആ അറിവുകൾ പ്രാവർത്തികമാക്കാം. അല്പാൽപമായിട്ട് നമ്മളിങ്ങനെ ഓടി ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് വേറേതോ വഴിക്ക് നമ്മൾ ഓടുമ്പോൾ ഒന്ന് തിരിഞ്ഞു നിൽക്കാനും ചിന്തിക്കാൻ ദൈവം തരുന്ന അവസരമാണ് ഈ മഹാമാരി കാലത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പെസഹ തിരുനാളിൻ്റെ അന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ ദേവാലയത്തിലെ വായനയിലെ ഒരു ഭാഗമാണത്. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 1:10 നിന്നൊരു വായനയുണ്ട് പെസഹ തിരുനാളിൻ്റെ അന്ന്. എൻ്റെ ബലിപീഠത്തിൽ തീ കത്തിക്കാതിരിക്കാൻ ആരെങ്കിലും ആ വാതിലൊന്ന് അടച്ചിരുന്നെങ്കിൽ, ദൈവം പറയുക, ആരെങ്കിലും ഇതിനകത്ത് വന്ന് ബലി അർപ്പിക്കാതിരിക്കാൻ ആ ദേവാലയത്തിൻ്റെ വാതിൽ ഒന്ന് അടച്ചിരുന്നെങ്കിൽ. ഇത് നമ്മുടെ പെസഹ തിരുനാളിനും തിരുസഭയിലെ വായനയുടെ ഭാഗത്തുള്ളൊരു വചനമാണ് ഈ പറയുന്നത്. എന്തുമാത്രം ദൈവം വേദനിച്ചിട്ടാണ് അത് പറയുന്നത്. ആരും വാതിലടയ്ക്കാൻ തയ്യാറായില്ല. കൂടുതൽ ആൾക്കാർ വാതിലൂടെ കടന്നു വരിക. ദൈവം തന്നെ അടച്ചു വാതിൽ. എന്തുകൊണ്ടാണ് വാതിലടയ്ക്കാൻ പറയാൻ കാരണം? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 1 അതിൻ്റെ കാരണം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വാതിലടയ്ക്കാൻ ദൈവം പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 1 പറയുകയാണ്. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത യേശുക്രിസ്തുവിൻ്റെ കാൽവരി ബലിയുടെ പേരിൽ, യേശുക്രിസ്തുവിൻ്റെ പരസ്യജീവിതകാലത്തെ പ്രബോധനത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അത് ബലിയാകില്ലല്ലോ. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ അത് യേശുവിൻ്റെ പ്രബോധനം ആകില്ലല്ലോ. അത് കണ്ട് ദൈവത്തിന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പ്രവാചകങ്ങളോട് ദൈവം പറയുകയാണ്, അന്ന് മൃഗങ്ങളുടെ ബലിയായിരുന്നു, എന്നിട്ട് പോലും ദൈവം പറയുകയാണ്, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 1:11 മുതലുള്ള വാക്യങ്ങൾ, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളകളുടെയോ ആട്ടിൻകുട്ടിയുടെയോ മുട്ടാടിൻ്റെ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു? വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത്. ധൂപം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്. നിങ്ങളുടെ അമാവാസിയും സാപത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല. നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് ഭാരമായി തീർന്നിരിക്കുന്നു. അവ എനിക്ക് ദുസ്സഹമായി തീർന്നിരിക്കുന്നു. നിങ്ങൾ കരമുയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. ഇതൊക്കെ മുൻകൂട്ടി തന്നിരിക്കുക മതിയായി എന്നാണ് പറയുന്നത്. ഏറ്റവും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു
വലിയ ആഴ്ച, നോമ്പിൻ്റെ അവസാന ഘട്ടം, പെസഹ നടന്നില്ല, നമുക്ക് കൂടാൻ പറ്റിയില്ല, ഈസ്റ്റർ നമുക്ക് കൂടാൻ, ആ വലിയ ഉത്സവങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ല എന്നാ ദൈവം പറയുന്നത്. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇനി നമ്മൾ മറ്റുള്ളവരെ നന്നാക്കുന്നതിനുള്ള തീഷ്ണത കുറച്ച് കുറഞ്ഞാലും വേണ്ടില്ല, സ്വയം നന്നാകാൻ നോക്കുക. മക്കളെ ഉപദേശിക്കുന്ന ഒരപ്പൻ ഒരമ്മ സ്വയം നന്നാവാൻ നോക്കുക. ജനങ്ങളെ ഉപദേശിക്കുന്നൊരു വ്യക്തി, ഇങ്ങനെ ഒരു വചനപ്രഭാഷകൻ ആദ്യം സ്വയം നന്നാവാൻ നോക്കുക. അങ്ങനെയുള്ള ഇനി അധികം കാലമില്ല. ഇപ്പം എല്ലാവരും നന്നാക്കലാണ്, നാട് നന്നാക്കലാണ്, എല്ലാവരും പരസ്പരം നന്നാക്കിക്കൊണ്ടാണ്. സ്വയം നന്നായോ? വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, 1 കൊരിന്ത്യർ 9:27, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ദേവാലയത്തിൽ കഴിഞ്ഞു പോയ നാളുകളിൽ നമ്മൾ ദേവാലയത്തിൽ സമയം ചെലവഴിച്ചത് ഒരുപക്ഷെ നിങ്ങളും കണ്ടിട്ടുണ്ടാകും. പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ പുറംതിരിഞ്ഞിരിക്കുന്ന വ്യക്തികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പുറംതിരിഞ്ഞ് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പള്ളിക്കകത്ത് എത്ര സ്ഥലമുണ്ടെങ്കിലും പുറത്ത് നിൽക്കുന്ന, അത് ഏതച്ഛൻ പറഞ്ഞാലും ആ പുറത്ത് തന്നെ നിൽക്കൂ. ഈ കാലമൊക്കെ കടന്നുപോയി. ഇവിടെ എന്താണ് നടക്കുന്നത്? യേശുവിൻ്റെ കാൽവരി യാഗം എന്നെയും എൻ്റെ കുടുംബത്തേക്കും തലമുറയും അനുഗ്രഹിക്കുന്ന സംഭവമാണ് അവിടെ ആൾത്താരയിൽ നടക്കുന്നത്. പൂർവീകരുടെ പാപശാപ ബന്ധനങ്ങളിൽ നിന്ന്, പൈശാചി പീഡകളിൽ നിന്ന്, കഴിഞ്ഞ കാലത്തിൻ്റെ സകല പാപത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയിലൊരു വ്യക്തിക്ക് മോചനം കിട്ടുക. അത് അലക്ഷ്യമായിട്ട് നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ ഇടവപ്പള്ളി കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർക്കാതെ ദൈവം വസിക്കുന്ന ആലയമാക്കി തീർക്കാം. അതിനുള്ള കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അയോഗ്യതയോടുകൂടി വേദപ്രമാണങ്ങൾ 10-1 അതിലധികമോ ബോധപൂർവ്വം ലംഘിച്ച അവസ്ഥയിലും ഞങ്ങൾ കുർബാന സ്വീകരിച്ച് പോയിട്ടുണ്ട്. വേണ്ടത്ര അനുതാപത്തോടു കൂടി അത് കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറഞ്ഞ് പാപക്ഷമ നേടിയിട്ടില്ലെങ്കിൽ അങ്ങ് അറിയുന്നുവല്ലോ. ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. ആ പാപത്തിൽ നിന്ന് വിടുതൽ നൽകണമേ. അതിൻ്റെ കടങ്ങളും ഇളച്ചു തരണമേ. ദേവാലയത്തിന് കൊടുക്കേണ്ടത് അത് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ആരെയും തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പൗരോഹിത്യത്തെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇതിനെക്കുറിച്ച് ഞങ്ങൾ മോശമായ രീതിയിൽ മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാകുന്ന രീതിയിൽ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്ന കർത്താവേ. ലക്ഷക്കണക്കിന് വൈദികർ, സിസ്റ്റേഴ്സ് ബ്രഹ്മചര്യം, വിശുദ്ധി സൂക്ഷിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു വ്യക്തിയിൽ വീഴ്ച വന്നാൽ അതിനെ നാട്ടുകാരും മാധ്യമങ്ങളും അത് ആഘോഷിക്കുമ്പോൾ അങ്ങയുടെ മക്കളായ ഞങ്ങളും അവരുടെ കൂടി അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്ന കർത്താവേ. തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനോ ഉപവസിക്കാനോ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ മാപ്പ് തരണമേ കർത്താവേ. മാറി നിന്ന് കുറ്റം പറയുന്നതിന് പകരം വലിയ വിപത്തിലൂടെ കടന്നു പോകുന്ന സഭയെ താങ്ങി നിർത്താൻ കണ്ണീരോടും ഉപവാസത്തോടും കൂടെ അന്നത്തെ മഹാപുരോഹിതനും ജനവും പ്രാർത്ഥിച്ചതുപോലെ തിരുസഭയ്ക്ക് വേണ്ടി ത്യാഗത്തോടുകൂടി പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. അതുവഴി സംഭവിക്കാൻ പോകുന്ന വിപത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കുടുംബത്തിനും തിരുസഭയ്ക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ദൈവമിതാ നമ്മോട് കൂടെയിതാ ഈയൾ താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയനിതാ നമ്മുടെ ദൈവമിതാ നമ്മുടെ ദൈവമേ
ഒരു ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. ഒരു ദൈവം തന്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. തൻ്റെ ജനത്തോടു കാട്ടിയൊരുൾ പ്രിയം ഇന്നും തുടിക്കും നീ കൂദാശയിൽ. തന്റെ ജനത്തോടു കാട്ടിയൊരുൾ പ്രിയം ഇന്നും തുടിക്കും നീ കൂദാശയിൽ. ഇന്നും തുടിക്കും നീ കൂദാശയിൽ. നമ്മുടെ ദൈവമേതാ നമ്മോടു കൂടെ ഇതാ. ഈയൾ താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയനിതാ. നമ്മുടെ ദൈവമേതാ നമ്മോടു കൂടെ ഇതാ. ഈയൾ താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയനിതാ. നമ്മുടെ ദൈവമേതാ. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപേക്ഷനായിരിക്കുന്ന ദൈവം എന്നാണ് നമ്മൾ വായിക്കുന്നത് സങ്കീർത്തനത്തിൽ. നമ്മുടെ ദൈവമായ കർത്താവിനെ നമ്മൾ ആരാധിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരുന്നു. ദൈവത്തെ ആരാധിക്കുമ്പോൾ ബന്ധനങ്ങളും അസ്വസ്ഥതകളും മനുഷ്യഹൃദയങ്ങളിൽ നിന്ന്, ഭവനങ്ങളിൽ നിന്ന് അത് നീങ്ങിപ്പോകുന്നു. സൂര്യപ്രകാശത്തിൽ മുടൽമഞ്ഞ് മാറുന്നത് പോലെ എവിടെയെല്ലാം ദൈവസ്തുതിയും ദൈവ ആരാധനയും നടക്കുന്നു, മനുഷ്യൻ്റെ മനസ്സിൽ ഇരുണ്ടുകൂടിയിരിക്കുന്ന കാർമേഘ പടലങ്ങൾ, നിരാശ, കുറ്റബോധം, എന്തിന് ജീവിക്കണമെന്നുള്ള തോന്നൽ, വെറുപ്പ്, വിദ്വേഷം, നീരസം, കുറ്റംവിധി, വിമർശനം, പരദൂഷണം, പിറുപിറുപ്പ്, ഇതെല്ലാം മൂടിക്കെട്ടി കിടക്കുകയാണ്. ഭൂമിയിൽ ഏതൊരു മനഃശാസ്ത്രജ്ഞനെ സമീപിച്ചാലും അത് നീക്കം ചെയ്യുക സാധ്യമല്ല. തൻ്റെ മക്കൾക്ക് വേണ്ടി അവിടുന്ന് കൽപ്പിച്ച് നൽകിയ ഒരു വഴിയാണ് ദൈവത്തെ ആരാധിക്കുക. അവിടുത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ നീങ്ങിപ്പോകുന്നു, ദുഃഖങ്ങൾ നീങ്ങിപ്പോകുന്നു. എണ്ണം വിട്ട് ഇന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുക സാധ്യമല്ല. സർവശക്തനായ ദൈവവുമായിട്ടുള്ള ഐക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും വിടുതൽ കിട്ടുന്നുണ്ട്. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട അനേകായിരം രോഗികൾ ലോകത്തിൽ ഇങ്ങനെയുള്ള ആരാധനയുടെ വേളയിൽ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. അതിനുവേണ്ടി ആരാധന നടത്തുന്നു എന്ന് ഞാൻ പറയുന്നില്ല. രോഗശാന്തിക്ക് വേണ്ടി ആരാധന നടത്തുന്നു എന്ന് പറയുന്നില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവം അവൻ രോഗശാന്തി തന്നാലും തന്നില്ലെങ്കിലും അവൻ ആരാധനയ്ക്ക് അർഹനാണ്. അവിടുത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയും കൃപയും തൻ്റെ മക്കളിലേക്ക് അവിടുന്ന് വർഷിക്കുന്നു. ഒരു നിമിഷം നമുക്കൊരുമിച്ച് ഒന്ന് ചേർന്ന് ലോകത്തിൽ തിരുസഭയിൽ ദൈവത്തെ സ്തുതിക്കുന്ന സകല മനുഷ്യരോടും ചേർന്ന്, തിരുസഭയോട് ചേർന്ന്, അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയോട് ചേർന്ന്, ഭവനങ്ങളിലായിരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളോട് ചേർന്ന് ഒന്ന് ചേർന്ന് അല്പസമയം നമുക്ക് അവിടുത്തെ സ്വരമുയർത്തി കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രപഞ്ചത്തിന്റെ ഉടയവനായ കർത്താവേ, ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നയിച്ച 40 വർഷം കുറവില്ലാതെ പരിപാലിച്ച കർത്താവേ, വഴിമുട്ടി നിന്ന ഇസ്രായേൽ ജനത്തിന് ചെങ്കടൽ വിഭജിച്ച് വഴിയൊരുക്കിയ ദൈവമേ, അങ്ങയുടെ പ്രിയ മക്കൾ ഇതാ കർത്താവേ, പലരും വഴിമുട്ടി നിൽക്കുന്നു. രോഗത്തിന്റെ കാഠിന്യം കൊണ്ട്, പല പ്രശ്നങ്ങൾ കൊണ്ട്, ജോലിയില്ലാത്തത് കൊണ്ട് വഴിമുട്ടി നിൽക്കുന്ന ദൈവജനത്തിനു വേണ്ടി വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന കർത്താവെ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന മക്കളുടെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ആരാധനയിൽ ബന്ധനങ്ങൾ തകരുമെന്ന് അങ്ങ് പറഞ്ഞു. അതിവിടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ മനസ്സിലേക്ക് ദൈവികമായ ശാന്തി, സമാധാനം, സന്തോഷം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് ധാരാളം പേർക്ക് ദൈവം ഭാഷാപരത്തിൽ സ്തുതിക്കാൻ കൃപ നൽകിയിട്ടുണ്ട്. ഭാഷാപരത്തിൽ സ്തുതിക്കാൻ കൃപ ലഭിച്ചവർ അല്പസമയം ഭാഷാപരത്തിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. മനുഷ്യ മനസ്സിന്റെ അപ്പുറത്ത് ദൈവത്തോട് നടത്തുന്ന സംഭാഷണമാണ്. അതിന് ദൈവം നൽകിയൊരു വരമാണ് ഭാഷാവരം. അത് ഉപയോഗിച്ച് ലോകത്തെ മുഴുവൻ സമർപ്പിച്ച്, തിരുസഭയെ സമർപ്പിച്ച്, എവിടെയെല്ലാം സഭ ഏതെല്ലാം രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നോ ആ മേഖലകളെ സമർപ്പിച്ച് ഒന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലവിധ പൈശാചിക ബന്ധനങ്ങൾ വ്യക്തികളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം വിളിച്ച് അപേക്ഷിക്കുന്നിടത്ത് ആ നാമത്തിന്റെ ഉടയവന്റെ സാന്നിധ്യം പ്രത്യക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമുറിവിൽ നിന്നുള്ള പ്രകാശം, തിരുമുറിവിൽ നിന്നുള്ള കരുണ ഈ ജനത്തിന്റെ മേൽ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളിലേക്ക് സഖേയൂസിന്റെ ഭവനത്തിലേക്ക് എന്നതുപോലെ ഓരോ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അങ്ങ് പോയിടത്തെല്ലാം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അന്ന് സംഭവിക്കുന്നു, ഇന്നും സംഭവിക്കുന്നു. എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം, ദേഹി, ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം, ദേഹി, ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ഒരുപക്ഷെ ഈ കഴിഞ്ഞ കാലം, ലോക്ക്ഡൗൺ കാലം, നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ട ഒരു കാലമാണ്. ദേവാലയത്തിൽ, വിശുദ്ധ വാരങ്ങളിൽ പോലും ദേവാലയത്തിൽ പോകാൻ സാധിച്ചില്ല. ശൂന്യമായ ദേവാലയത്തിൽ ഹൃദയം തകർന്ന് നമ്മുടെ അഭിഷിക്തർ ബലിയർപ്പിച്ച് വീടുകളിൽ കണ്ണീരോടുകൂടി വീടുകളിലിരുന്ന് ജനം പ്രാർത്ഥിച്ചു. മുൻകൂട്ടി അവിടുന്ന് ഇങ്ങനെ സംവിധാനം ഒരുക്കി തന്നു. സഭ അംഗീകരിച്ചു. ടെലിവിഷനിലൂടെ ഭക്തിയോടുകൂടി നമ്മൾ വിശുദ്ധ ബലി സംബന്ധിക്കുമ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിന് സമമാണ് അനുവദിച്ചു തന്നു. ധാരാളം പേര് ടി-വിയുടെ മുൻപിൽ നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് ദേവാലയത്തിൽ പോകുന്നത് പോലെ തന്നെ അൾത്താരി ഒരുക്കി തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചവരൊക്കെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ദേവാലയത്തിൽ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്ന അതേ അനുഭൂതിയായിരുന്നു, ഒരു പക്ഷേ അതിൽ കൂടുതലായിരുന്നു എന്നവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ ദൈവം
തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ദാഹിക്കുന്ന ഒരു മകനിലേക്ക് ഒരു മകളിലേക്ക് ഏത് രീതിയിലും കടന്നു വരാൻ അവിടുന്ന് ശക്തനാണ്. അവരാ പരീക്ഷയിൽ സത്യത്തിൽ വിജയിക്കുക തന്നെ ചെയ്തു. ഒരു പരീക്ഷണകാലമായിരുന്നു, അവർ വിജയിച്ചു. ഇതിലൊരു വലിയ ദുരന്തമുണ്ട്. പിന്നീട് 5 പേർക്ക് പള്ളിയിൽ പോകാമെന്നായി, ഇപ്പോഴും 100 പേർക്ക് പള്ളിയിൽ വരാമെന്നായി. അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് 100 പേർക്ക് വരെ ദേവാലയത്തിൽ വരാം എന്നായി. അപ്പോൾ കുറച്ച് പേര് ചിന്തിക്കുന്നത് പോകാൻ പ്രായം പരിധി വച്ചിട്ടുണ്ട്, അതിൻ്റെ താഴെ സർക്കാരിൻ്റെ ആ കൽപ്പന പ്രകാരം പള്ളിയിൽ പോകാൻ സാധ്യതയുണ്ടായിട്ടും TV-യിൽ കുർബാന കണ്ടാൽ മതിയല്ലോ എന്നൊരു ദുരന്തം ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ സഭ അനുവദിച്ചു തന്ന ഒരാനുകൂല്യമായിരുന്നു, പകരമല്ലത്. അതുകൊണ്ട് ഈ ഒരു ദുരന്തം നമ്മളിൽ ആരിലെയും കടന്നു വരാതിരിക്കാൻ ഈശോയുടെ തുരുമ്പിൽ നമുക്ക് തീരുമാനമെടുക്കാം. മാതാപിതാക്കൾ കുട്ടികളെ ദേവാലയത്തിൽ അയക്കാനായിട്ട് ശ്രമിക്കുക. ആ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ ടെലിവിഷനിലൂടെ കുർബാന പങ്കെടുത്തതുപോലെ അതൊരു ശീലമാക്കി മാറ്റാതെ, അതേസമയത്ത് പ്രായം ചെന്നവർ, കൊച്ചുകുട്ടികൾ പോകാൻ അനുവാദമില്ലാത്തവർ അവർ തുടരട്ടെ, സഭ അനുവദിക്കുന്നിടത്തോളം കാലം. ഒരു വലിയ ദുരന്തമാണ്, അലസത പിടികൂടാൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തപ്പോഴും പള്ളിയിൽ പോയതുപോലെ അനുഭൂതി ഉണ്ട്, അതുകൊണ്ട് ഇത് മതി. അങ്ങനെ ദുരന്തം ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൽ പെടാതിരിക്കാനായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ആ വിശുദ്ധ ബലിയിൽ ദേവാലയത്തിൽ വന്ന് പങ്കെടുക്കാൻ സാധ്യതയുള്ളവർ, കഴിവുള്ളവർ, ആ ഇടവകയുടെ നിയമം അനുസരിച്ച് അവർ നമ്മുടെ അലസത കൊണ്ട് ഒരിക്കലും ദേവാലയത്തിൽ പോകാതിരിക്കരുത്. അങ്ങനെ ഒരു ദുരന്തം അതിലുള്ളത് കൊണ്ട് പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, 4.5 ലക്ഷത്തിൽ പരം വരുന്ന വൈദികരിൽ മനുഷ്യരാണ്, അവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില തെറ്റിൽ അകപ്പെട്ടിട്ടുണ്ട്, അകപ്പെടുന്നുണ്ട്. അത് ലോകം അറിയുന്ന കാര്യമാണ്. ഒരു പക്ഷേ അതേ തെറ്റ് അകപ്പെട്ട ലക്ഷങ്ങൾ വേറെ ഉണ്ടാവും. കുടുംബജീവിതത്തിലുള്ളവരും മറ്റ് വിളിയിൽപ്പെട്ടവരും മനുഷ്യരുണ്ടാവും. അത് തെറ്റല്ലെന്നുള്ളൊരു മട്ടിലാണ്, അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനൊരു തെറ്റ് സംഭവിച്ചാൽ അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. ഈ ആഘോഷം കൊണ്ട് സംഭവിക്കാൻ ലക്ഷ്യം വയ്ക്കുന്ന എന്താണ്? സഭയെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ട്. ഫാദർ ഡാമിനെ പോലെയും മാക്സിമിലിയൻ കോൾബയെ പോലെയും വിശുദ്ധ മദർ തെരേസയെ പോലെയും എത്രയോ വിശുദ്ധരായ സന്യസ്തരും സമർപ്പിതരും നമുക്കുണ്ട്. അവരുടെ നന്മകൾ, അവരിലൂടെ ഉള്ള ചെയ്തികൾ, നന്മകൾ ലോകത്തെ അറിയിക്കാൻ എന്തേ ഇത്ര വെമ്പൽ കൊള്ളുന്നില്ല? അതിലേതെങ്കിലും ഒരു വ്യക്തിയിൽ ഒരു വീഴ്ച വന്നാൽ അത് ആഘോഷിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. അതിലെന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത്, ഇന്ന് അവരുടെ സഭാ വസ്ത്രങ്ങൾ അണിഞ്ഞ് പുറത്തിറങ്ങുന്ന സഞ്ചരിക്കുന്ന ഓരോ സിസ്റ്റേഴ്സിൻ്റെ മാനസികാവസ്ഥ, ഒരു അഭിഷിക്തൻ്റെ മാനസികാവസ്ഥ. ഇന്ന് ഈ ആരാധനയിൽ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, സൊദോം ഗൊമോറ നശിപ്പിക്കുന്നതിന് മുൻപ് 50 തുടങ്ങി 10 പേരവിടെ ഉണ്ടെങ്കിൽ നശിപ്പിക്കില്ല എന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തിരുസഭയ്ക്ക് വേണ്ടി ഈ സാഹചര്യം മനസ്സിലാക്കി, സഭ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ മനസ്സിലാക്കി കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കാനാണ് ദൈവം നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. നമുക്കൊന്ന് ചേർന്ന് ഈ മേഖലയിൽ നമ്മുടെ സമർപ്പിതർ, നമ്മുടെ കുഞ്ഞുമക്കൾ ഇതിൽ നിന്ന് തെറ്റായ സന്ദേശം ഉൾക്കൊള്ളാതിരിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുമ്പോൾ അത് അവരിൽ ഫലപ്രദമാകാതിരിക്കാൻ നമ്മുടെ മക്കളെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. യൂറോപ്പിലെ ദൈവവിളി കുറഞ്ഞതുപോലെ ആ ദൈവവിളി തറക്കാൻ ശ്രമിക്കുന്ന എല്ലാ ഗൂഢതന്ത്രങ്ങളെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളെയും വ്യക്തികളെയും ആരാധനയിൽ സമർപ്പിച്ച് അവരിലൂടെ സാത്താൻ്റെ കുടിലതന്ത്രം തകർക്കണമേ എന്നും, സഭയോ സഭയുടെ പൗരോഹിത്യത്തെയോ സന്യസ്തയോ ദൈവവിളിയോ ഇത് ദോഷമായി ബാധിക്കാതെ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മേഖലകൾ സമർപ്പിച്ച ഒരു നിമിഷം നമുക്ക് മൗനമായി കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വിഷയം നമ്മൾ ധ്യാന വിഷയമായി എടുക്കുമ്പോൾ, തിരുമുമ്പിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ചില പ്രേരണകളുണ്ട്. ഏതേത് മേഖലയിൽ, ആ മേഖലയിൽ ഒരു പക്ഷേ നമ്മൾ വെറുപ്പ് കടന്നു വന്നിട്ടുണ്ടാവും, പുച്ഛം തോന്നിയിട്ടുണ്ടാവും. നമ്മൾ ആരെയും വിധിക്കേണ്ട.
കർത്താവ് താങ്ങുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആ തെറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മിടുക്കുകൊണ്ടല്ലോ. അപ്പം അതിൽ നിന്ന് അഹങ്കാരമോ അഹന്തയോ തല പൊക്കാതിരിക്കാൻ എളിമപ്പെട്ടുകൊണ്ട് വേദനയോടുകൂടി സഭയോടോ സന്യസ്തരോടോ സമർപ്പിതരോടോ എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ പുച്ഛമോ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ വഴി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തിരത്തത്താൽ കഴുകി എൻ്റെ ആത്മാവിനെ എൻ്റെ മനസ്സിനെ നിർമ്മലമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട പൗലോസ്ലിയ തൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട പാവപ്പെട്ട മക്കളിൽ നിന്ന് പ്രാർത്ഥനാ സഹായം തേടുന്നുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അധരം തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കണം. ഞാൻ ശത്രു പിശാചിൻ്റെ കരങ്ങളിൽ നിന്നും മറ്റ് ശത്രുക്കളുടെ കരം രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. സഭയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പുരോഹിതർക്ക് വേണ്ടി. അത് മാത്രം പോരാ, അതിൽ മാത്രം ഒതുക്കരുത്. ഒരു നേരത്തെ ആഹാരമെങ്കിലും വേണ്ടെന്ന് വെച്ച് അല്പം ത്യാഗത്തോടുകൂടി തിരുസഭയ്ക്ക് വേണ്ടിയും അഭിഷിക്തർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. പൂർവികർ കൈമാറി നമുക്ക് തന്ന ഈ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറണം. അതിനുള്ള കടം നമുക്കുണ്ട്. സമർപ്പിതരെയും അഭിഷിക്തരെയും സെമിനാരികൾ ഇവരെല്ലാം കർത്താവിന് സമർപ്പിച്ച് അങ്ങയുടെ ശിഷ്യന്മാരെ കാത്തുകൊള്ളണമേ, ശക്തി പകരണമേ. പരിശുദ്ധ അമ്മേ അങ്ങ് അത്യധികം സ്നേഹിക്കുന്ന അങ്ങയുടെ പുരോഹിതർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന സ്വീകരിച്ച് സഭയ്ക്ക് പുത്തൻ ഉണർവ് നൽകി ഏറ്റിരിക്കുന്ന മുറിവുകൾ സുഖപ്പെടുത്തി കഴുകി ശുദ്ധീകരിച്ച് ഞങ്ങളെ ശക്തരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ 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 സഭയാം അമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്ക് പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. അമ്മേ 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 സഭയാം അമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാം അമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. കൊരിന്ത്യോസ്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. എസേക്കിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്, ഞാൻ അശുദ്ധമായ അധരം ഉള്ളവനും അങ്ങനെയുള്ള അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. നമ്മുടെ സ്ഥിതിയും അതിൽ നിന്ന് വ്യത്യസ്തമൊന്നുമല്ല. ജന്മനാ നമ്മിൽ തിന്മയിലേക്കുള്ളൊരു ചായ്വ് നമ്മുടെ ഉള്ളിലുണ്ട്. പണ്ടുകാലത്തില്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. ഉദാഹരണത്തിന് നവമാധ്യമങ്ങൾ, കമ്പ്യൂട്ടർ, മൊബൈൽ പോലും ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുക. അത്രമാത്രം കൃപയുണ്ടെങ്കിൽ മാത്രമേ നമ്മിലെ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവകൃപ നശിക്കാതെ സൂക്ഷിക്കണമെങ്കിൽ അത്രയും കൃപ നമുക്ക് ആവശ്യമുണ്ട്. ഏതെല്ലാം രീതിയിൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ ദ്രോഹിക്കാമോ, സാത്താനിത ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം വസിക്കുന്ന ആലയമായ ശരീരങ്ങളെ പല രീതിയിൽ അശുദ്ധിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചുകുഞ്ഞുങ്ങൾ പോലും, മാലാഹ കുഞ്ഞുങ്ങൾ പോലും സാത്താൻ്റെ പിടിയിലകപ്പെടുന്നു. മക്കൾ ബന്ധനത്തിലാണെന്ന് മാതാപിതാക്കൾക്കറിയാം, നിസ്സഹായകരാണ്. മക്കൾ ബന്ധനത്തിലാണ് സഭാ അധികാരികൾക്കറിയാം, നിസ്സഹായകരാണ്. തൻ്റെ കുട്ടികൾ തെറ്റിലേക്ക് പോകുന്നെന്ന് അധ്യാപകർക്കറിയാം, നിസ്സഹായകരാണ്. ദൈവത്തിന് മാത്രമേ ഈ അവസ്ഥയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ട് സാധിക്കൂ. ഒപ്പം നമ്മളെ
അത്രമാത്രം ശക്തമാണ്. ജഡത്തിൻ്റെ മാനുഷ്യമായ വികാരങ്ങളിൽ വിഷം കലർത്തി ഏദൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കളെ വഞ്ചിച്ച പിശാച് പൂർവാധികം ശക്തിയോടുകൂടി ഓരോ വ്യക്തികളെയും പിന്തുടരുമ്പോൾ, ഓരോ ദിവസം അനുദിനം ദൈവം വസിക്കുന്ന ആലയങ്ങൾ പിച്ച് ചീന്തപ്പെടുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, അമ്മേ, വിശുദ്ധ സൂക്ഷിക്കുക. എൻ്റെ ജന്മസിദ്ധമായ ശക്തി കൊണ്ട് സാധ്യമല്ല. അമ്മേ, പുത്രൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിച്ച് ഓരോ ദേവാലയങ്ങളാകുന്ന ഞങ്ങളുടെ ശരീരങ്ങളെ മാന്യതയിലും വിശുദ്ധിയിലും ചിന്തയിലും പ്രവൃത്തിയിലും വിശുദ്ധി സൂക്ഷിക്കുവാൻ ദൈവം വസിക്കുന്ന ആലയമാണെന്നുള്ള ബോധ്യം ഞങ്ങളെ നയിക്കത്തക്ക രീതിയിൽ കൃപ വാങ്ങിത്തരണമേ. ഓരോ മക്കൾക്കു വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. പ്രത്യേകിച്ച് തഴക്കദോഷങ്ങളിലും തെറ്റായ സ്നേഹബന്ധങ്ങളിലും കുടുങ്ങി ഈ ആലയം നശിപ്പിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഈ മേഖലയിൽ അങ്ങേ ദ്രോഹിക്കാനിടയായിട്ടുണ്ടെങ്കിൽ, ദൈവം വസിക്കേണ്ടതായ ആലയം സാത്താനെ കുടിയിരുത്തി അത് പിശാചിൻ്റെ സിനഗോഗാക്കി ആരെങ്കിലും തീർത്തിട്ടുണ്ടെങ്കിൽ കരുണ കാണിക്കണമേ കർത്താവേ. ശവക്കല്ലറടിയിലായിരുന്ന മനുഷ്യനെ മോചിപ്പിച്ച് സുബോധമുള്ളവനാക്കിയതുപോലെ ആ ബന്ധനത്തിൽ കിടക്കുന്ന മക്കളെ ആരാധനാവേളയിൽ എത്രയോ ഭാര്യമാരുടെ രക്തക്കണ്ണുനീര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ ഫോൺ ചെയ്തു പറയുന്നു, ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും? ഭർത്താവ് വഴിതെറ്റിപ്പോയി, ഭാര്യ വഴിതെറ്റിപ്പോയി, മക്കൾ വഴിതെറ്റിപ്പോയി. ഭർത്താവെ, അങ്ങ് ഇടപെടണമേ. ഈ മേഖലയിൽ അങ്ങ് കരുണ വർഷിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ ആവശ്യമായ കൃപാവരം ഞങ്ങളുടെ മേൽ ചൊരിയണം. നമ്മുടെ ഇടവകയാകുന്ന കുടുംബത്തെ കർത്താവിന് സമർപ്പിക്കാം. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, സന്യസ്തര്, വേദപാഠാധ്യാപകർ, കൈക്കാന്മാർ, കമ്മിറ്റിക്കാർ, നമ്മുടെ ഇടവകയിലുള്ള പൊതുപ്രവർത്തകർ, രാഷ്ട്രീയത്തിലോ ഉള്ളവരുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ, നമ്മുടെ ഇടവകയിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്നവർ, അവിടെ പലതരത്തിലുള്ള ക്ലേശങ്ങൾ സഹിക്കുന്നവർ, ഇവരെല്ലാം ആരാധനയിൽ നമുക്ക് ഓർക്കാം. ഈശോയുടെ കരം എവിടെയും ആരെയും സ്പർശിക്കാൻ മാത്രം ശക്തമാണ്. നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്നവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അവരെല്ലാം കർത്താവിന് സമർപ്പിക്കാം. കുടുംബമാകുന്ന ദേവാലയത്തെയും ഇടവകയാകുന്ന ദേവാലയത്തെയും കേരള സഭയാകുന്ന ദേവാലയത്തെയും തിരുസഭയെയും ഭൂവാസികളെയും കർത്താവിന് സമർപ്പിച്ച് 10 പേരുണ്ടെങ്കിൽ സ്വതവും ഗൊമോറയോട് കരുണ കാണിക്കാമെന്ന് പറഞ്ഞ കർത്താവെ, അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ജനലക്ഷങ്ങളോട് ചേർന്ന് എളിയവരായ ഞങ്ങളുടെ ആരാധനയും സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും
മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ജീവിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.